ഹലോ ഗായ്സ്, എന്റെ പേര് വിമുൻ. ഞാൻ റെഡ് ഫോക്സ് റോബോട്ടിക്സ് എന്ന കമ്പനിയുടെ സിഇഒ ആൻഡ് ഫൗണ്ടർ ആണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്നെ കുറിച്ച് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനും എന്റെ കമ്പനിയിൽ വന്നിട്ടുള്ള പ്രോജക്ട്സുകൾ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു വേൾഡ് റെക്കോർഡ് ഉണ്ട്. വേൾഡ് റെക്കോർഡ് എന്തിനാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ടെക്നിക്കൽ കോമ്പറ്റീഷൻസ് വിൻ ചെയ്തതിനുള്ള വേൾഡ് റെക്കോർഡാണുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ നാഷണൽ ലെവൽ ടെക്നിക്കൽ കോമ്പറ്റീഷൻസും സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻസും വിൻ ചെയ്തതിനുള്ള വേൾഡ് റെക്കോർഡാണുള്ളത്. അതേപോലെ കൂടാതെ ഒരു 2 ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിൽ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ 2 ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിൽ ഞാൻ ഹോൾഡ് ചെയ്യുന്നു. സെയിം നാഷണൽ ലെവൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻസ് വിൻ ചെയ്തതിന്. ദെൻ 2 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും കൂടെ ഹോൾഡ് ചെയ്യുന്നു. അടുത്തതായിട്ട് എന്റെ കമ്പനിയിലെ പ്രോജക്റ്റിനെ പരിചയപ്പെടാം. ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റോക്ക് ആണ്. ജസ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് ഇലക്ട്രോണിക് റെസിസ്റ്റീവ് ഡിവൈസ് ആണ്. അതായത് ഒരു സ്മാർട്ട് ഗ്ലൗ ആണ്. ഈ ഗ്ലൗവിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതായത് കൈയുടെ ഏത് ടൈപ്പ് ഓഫ് ആംഗ്യം കാണിച്ചാലും ഹാൻഡ് ജസ്റ്റർ കാണിച്ചാലും അതിനെ വോയിസ് ആക്കി ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ശബ്ദമാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ജസ്റ്റോക്കിന്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ച് നോക്കാം. അതായത് ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സംസാരശേഷി ഇല്ലാത്ത ആളുകൾക്ക് തന്നെയാണ്. അതായത് സംസാരശേഷി ഇല്ലാത്തവർ അവരുടെ കൈയുടെ ആംഗ്യം കാണിക്കുകയാണെങ്കിൽ എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് നമുക്ക് വോയിസ് ആക്കി, അതായത് ശബ്ദമാക്കി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന് വേണ്ടിയാണ്. അതായത് പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് അവരുടെ കൈയുടെ ചെറിയൊരു ചലനം കൊണ്ട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതിനുള്ള കാര്യം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്കൂബ ഡൈവേഴ്സിന് വേണ്ടിയാണ്. അതായത് വെള്ളത്തിനടിയിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാനായിട്ടുള്ള ഒരു ഡിവൈസ് ആണ് മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സംസാരശേഷി ഇല്ലാത്തവരുടെ സ്കൂൾസിനായിട്ടാണ്. അതായത് സംസാരശേഷി ഇല്ലാത്തവരുടെ സ്കൂളിൽ നമുക്ക് സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസിനെ ഒരു ലേണിംഗ് എയ്ഡായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു റോബോട്ടാണ്. ആ റോബോട്ടിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി പോലുള്ള ഭാഷകൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന കാപ്പബിലിറ്റി ഉള്ള ഒരു റോബോട്ടാണ് രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. റോബോട്ട് ഇതുവരെയും ലോഞ്ച് ചെയ്തിട്ടില്ല. ഇതിന്റെ ലോഞ്ചിങ്ങും അതിന്റെ മേക്കിംഗ് വീഡിയോസ് എല്ലാം നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് റോബോട്ടിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റോബോട്ടിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ വല്ലതും ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ കോൺടാക്ട് ചെയ്യുക. ദെൻ നമ്മൾ പുതിയ വീഡിയോസ് ആയിട്ട് നമ്മൾ ചാനൽ വരുന്നതായിരിക്കും. നമ്മുടെ റോബോട്ടിന്റെ മേക്കിങ്ങും ദെൻ റോബോട്ടിന്റെ ഇനാഗുറേഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. താങ്ക് യു.